ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് ഇടിച്ചക്ക അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്കൊരു 3 വിസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും അതാവും. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, അതായത് ഒരു 3-4 വെളുത്തുള്ളിയും പിന്നെ ഒരു 5-6 ചെറിയുള്ളിയൊക്കെ കൂടി ചതച്ചത് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് വറ്റൽമുളക് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്നാവണ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ഇടിച്ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമില്ലാതെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവിയത് ഒരു 2 പിടി തേങ്ങ ചിരവിയത് അതിൻ്റെ മേലെ കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി തോരനാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയത് കാരണം കൊണ്ട് ഇടിച്ചക്ക എല്ലാവർക്കും കിട്ടും. നമ്മുടെ ഇടിച്ചക്ക തോരനൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.